Hey guys. ഈ കഴിഞ്ഞ 2026 മെയ് 9 ഞങ്ങൾ കുടുംബസമേതം ഗ്രീൻ ഒയാസിസിൻ്റെ കൂടെ ഒരു ഉല്ലാസയാത്ര പോയി. തായ്ലൻഡിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. കുറേ നാളത്തെ ആഗ്രഹം അനുസരിച്ചിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. അത് ഗ്രീൻ ഒയാസിസ് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഞങ്ങൾ തായ്ലൻഡിലേക്ക് 4 nights and 5 days ആയിരുന്നു ഞങ്ങളുടെ യാത്ര. ആദ്യം ബാങ്കോക്കിൽ വരുന്നു, പിന്നെ പട്ടായയിലേക്ക് പോകുന്നു, അവിടെ കോർ ഐലൻഡ്സും അതെല്ലാം കറങ്ങി തിരിച്ചു വരുന്നു, പിന്നെ ബാങ്കോക്കിൽ 2 ദിവസം സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ തിരിച്ച് കൊച്ചിയിലേക്ക്. ഇങ്ങനെയായിരുന്നു ഇവിടെ ഐറ്റിനറി. ഒരു കാര്യം എടുത്തു പറയണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗൈഡ് അമലും പിന്നെ അവിടുത്തെ ബാങ്കോക്കിലെ തായ്ലൻഡിലെ ഗൈഡായ മോസും വളരെ സൂപ്പർ അടിപൊളി ഗൈഡ്സ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാ രീതിയിലും അവർ അടിപൊളിയായിട്ട് സ്കെഡ്യൂൾ ചെയ്തു. നമുക്കൊരു പരാക്രമമോ ഒരു വേവലാതിയോ ഒരു ധൃതിയോ ഒന്നും ഉണ്ടായില്ല. കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ട് ഞങ്ങൾക്ക് ഈ ട്രിപ്പ് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ പല സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. തിരുവനന്തപുരത്തു നിന്നുണ്ടായിരുന്നു, കോഴിക്കോട്ട് നിന്നുണ്ടായിരുന്നു, മലപ്പുറത്തു നിന്നുണ്ടായിരുന്നു, ഇടുക്കിയിൽ നിന്നുണ്ടായിരുന്നു. ഇവരായിട്ടുള്ള ഫാമിലീസും കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ വളരെയധികം ജെല്ലായിരുന്നു. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ അവരുടെ സെറ്റായിട്ട് അവർ അടിച്ച് പൊളിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിത് ആദ്യമായിട്ടായിരുന്നു ഒരു ഗ്രൂപ്പ് ടൂറ്. വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ കുറച്ചധികം ഇന്ത്യൻ ബഫേ കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിള്ളേർക്കൊക്കെ കുറേ തായ്ലൻഡ് ഫുഡ്സൊക്കെ വേണമായിരുന്നു. ഞങ്ങളെന്നാലും 2-3 പ്രാവശ്യം തായ്ലൻഡ് ഫുഡൊക്കെ ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഹാപ്പിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. തായ്ലൻഡിലോട്ട് ഗ്രൂപ്പായി പോണ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. പൊതുവേ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും വാട്ടർ സ്പോർട്സ് അല്ലെങ്കിൽ വാട്ടർ ആക്ടിവിറ്റീസ് ആയിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റി കാരണം കൂടുതലും അവരുടെ ഹെറിറ്റേജ് കൾച്ചർ, അതിൻ്റെ ഒരു നോളേജും അതിൻ്റെ ഒരു എക്സ്പോഷറും കൂടി കിട്ടി. പിന്നെ ഞങ്ങൾക്ക് 2-3 അപാകതകൾ ചെറുതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ കോറൽ ഐലൻഡ്സിൽ ഞങ്ങൾക്ക് 2 മണിക്കൂർ കഷ്ടി കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. പക്ഷേ ആ ബീച്ച് അടിപൊളി ബീച്ചായിരുന്നു. ഞങ്ങൾക്ക് അവിടെ വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ക്ലീൻ വാട്ടർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ടൈം അവർ സ്കെഡ്യൂൾ ചെയ്യുമ്പോൾ അങ്ങനെ സ്കെഡ്യൂൾ ചെയ്യണം. അതുപോലെ ഷോപ്പിങ്ങിനും ലാസ്റ്റ് ഡേ ഷോപ്പിങ്ങിന് ഇത്തിരി സമയം വേണമെന്നുള്ളത്. അതർ ദാൻ ദാറ്റ് ഞങ്ങൾ ഡിന്നർ ക്രൂസ് എല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇനി എന്തെങ്കിലും? തായ്ലൻഡിൽ പോകുന്നത് എൻ്റെയും ജനീഷയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. അത് നല്ലോണം സ്മൂത്തായിട്ട് പോയി. കുറേ പ്ലേസസും എക്സ്പീരിയൻസും കൾച്ചേഴ്സും ഹെറിറ്റേജ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. തായ്ലൻഡ് എന്ന് വെച്ചാൽ ഭംഗിയുള്ള പ്ലേസാണ്, എല്ലാവരും അടിച്ച് പൊളിക്കുന്ന സ്ഥലം. അപ്പോൾ എനിക്ക് എല്ലാവരും വീണ്ടും ഗ്രീൻ ഒയാസിസിൽ തായ്ലൻഡിൽ പോകാൻ എനിക്ക് വീണ്ടും പ്രതീക്ഷയുണ്ട്. വെരി ഗുഡ്. ജനീസ? ഓക്കെ. ഞങ്ങളുടെ അവിടുത്തെ തായ്ലൻഡിലെ ഗൈഡ് മോസ് കുട്ടികളെയും ഞങ്ങളെയൊക്കെ കുറേ പുതിയ കുറേ തായ് വേർഡ്സ് പഠിപ്പിച്ചു. അപ്പോൾ അതെല്ലാം അടിപൊളിയായിരുന്നു. ഷോപ്പിങ്ങിനൊക്കെ പോയപ്പോൾ അതിൽ ഞങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഓൾവേസ് വിത്ത് ഗ്രീൻ ഒയാസിസ്. ഓക്കെ എവരിബഡി. Kopunka. ബൈ ബൈ.